നമസ്കാരം. സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു പത്രസമ്മേളനം നടത്താറ്. ചെറിയ പനി, ചെറിയ ലെറ്റർ വലിയ പനി അതുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത്. ഇപ്പോഴും പനി വിട്ട് മാറിയിട്ടില്ല. എന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലതും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെ പറ്റി ചോദിക്കേണ്ട, സിനിമയെ കാണാത്തവർക്ക് എന്താ സ്പോയിലർ ആകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങൾ സാധിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംവിധായകരെ കുറിച്ച് സംസാരിക്കും. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെറ്റിരിക്കുക. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് ആണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure. Sharing this space with sir. ഞാൻ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോ ഇതാണ് ട്രെൻഡ്, പക്ഷെ അതിൻ്റെ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അത്രയുള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എനിക്കിത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അത് കേരള വേണമെന്ന് ചോദിച്ചു. Then I said, listen to the story, I'm sure you'll like it. Oh, sir heard the story and he immediately said we will start shoot in 10 days. And 6 months we will finish the project. I'm very happy to have directed sir and in a film that's produced by him. And I had support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. Certainly I know most of the suggestions about casting and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vineet sir, the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board and sir immediately said yes. And Darboka Shiva did the music and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. Hello everyone. Sir Sona Madri, it was a very blessing to be here today in front of all of you to speak this way. And a very responsibility கொடுத்தாங்க sir எனக்கு okay sorry என்ன காஸ்ட் பண்ணதுக்கு அப்புறம் I hope I've lived up to it. எல்லாரும் பார்த்து உங்களோட feedback என்னன்னு சொல்லுங்க. So more than anything I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you. എല്ലാവർക്കും നമസ്കാരം. പടം ഞാൻ എന്താണ് കണ്ടതിന് ശേഷം പ്രേക്ഷകരെപ്പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. കാരണം ഐ തിങ്ക് ഒരു അഡോറബിൾ മമ്മൂക്കനെ നമുക്ക് ഈ പടത്തിലൂടെ ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിന്റെ ഗ്ലിംസസ് അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം. അപ്പോൾ മമ്മൂക്ക ആ റെൻഡിഷനും നമുക്കത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുന്നു. അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. അദ്ദേഹം
is a great craftsman. South India very, very well-known director. All his films and an amazing fan following Kerala. So അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ. തീർച്ചയായിട്ടും പടം പോയി കാണണം, കാരണം ഇതില് ഒരുപാട് മെമ്മറബിൾ മോമെന്റ്സ് ഉണ്ട്. So dream come true moment for me because having ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരു മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടിയത് ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ആൻഡ് താങ്ക്സ് Mammootty company and Gautam Menon for considering me for this small role. Great reviews. Ella online media great reviews വന്നുകൊണ്ടിരിക്കുകയാണ്. I have not personally seen the film. ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്, വൈകുന്നേരം കാണും. So very excited to go and watch it. And thank you everyone. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഫിലിമിന്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസ് ആണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചത്. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സാർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. താങ്ക് യു. ഹലോ എവരിബഡി. എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഗൗതം സാറിൻ്റെ മമ്മൂട്ടി സാറിനെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജും ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം.